2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ബാറ്റിംഗ് തകർച്ച. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാന് 4 വിക്കറ്റ് നഷ്ടമായി. ക്യാപ്റ്റൻ സൽമാൻ ആഗെ അടക്കം 4 പേരും രണ്ടക്കം കാണാതെ കൂടാരം കയറി. ജസ്പ്രീത് ബുംറ 2 വിക്കറ്റ് വീഴ്ത്തി. വിവരങ്ങളുമായി വിനേഷ് കുഞ്ഞിരാമനുണ്ട്. വിനേഷ് കുഞ്ഞിരാമൻ, സ്പിന്നിന് അനുകൂലമായ പിച്ചാണ്. 176 റൺസാണ് വിജയലക്ഷ്യം കുറിച്ചത് ഇന്ത്യ. തുടക്കത്തിൽ തന്നെ പാകിസ്ഥാന് കാലിടറുകയാണ്. ഡോക്ടർ അരുൺകുമാർ, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കുന്നില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മത്സരത്തിൽ നിന്ന് ഇപ്പോൾ ഈ കളിയുടെ പോക്കിൽ നിന്ന് തന്നെ മനസ്സിലാകും. കാരണം 4 വിക്കറ്റ് ഇതിനോടകം തന്നെ നഷ്ടമായിരിക്കുകയാണ്. സ്കോർ ബോർഡിൽ 34 റൺസ് മാത്രമാണ് പാകിസ്ഥാന് ഉള്ളത്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നു. പാകിസ്ഥാനായിരുന്നു ടോസ് ലഭിച്ചത്. ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. പക്ഷേ ഇന്ത്യക്ക് അത്ര മികച്ചൊരു സ്കോർ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു 200 മുകളിലേക്കുള്ള ഒരു സ്കോറൊക്കെ എത്തും എന്നായിരുന്നു. ഇഷാൻ കിഷൻ ക്രീസിലുള്ള സമയത്തൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ 175 റൺസാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത്. 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ്. ആ ഒരു സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇഷാൻ കിഷന്റെ ഇന്നിംഗ്സ് തന്നെയാണ്. 40 പന്തിൽ നിന്ന് 77 റൺസാണ് ഇഷാൻ കിഷൻ ഇന്നത്തെ മത്സരത്തിൽ നേടിയത്. പിന്നീട് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ശിവൻ ദുബെയും ഒക്കെ അത്യാവശ്യം തരക്കേടില്ലാതെ സ്കോർ ചെയ്തതുകൂടി 175 റൺസാണ് ഇന്ത്യയുടെ സ്കോർ ബോർഡിലേക്ക് എത്തിയത്. സഞ്ജു വി സാംസൺ ഇന്നത്തെ മത്സരത്തിൽ അവസരം ലഭിച്ചില്ല. 2 മാറ്റങ്ങളുമായി ഇന്ത്യ ഇറങ്ങി. സഞ്ജുവിന് പകരം അഭിഷേക് ശർമ്മ ടീമിലെത്തി. സ്പിന്നർമാർക്ക്, അരുൺകുമാർ പറഞ്ഞതുപോലെ സ്പിന്നർമാർക്ക് മുൻതൂക്കമുള്ള പിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു അധിക സ്പിന്നറെ ഉൾപ്പെടുത്തി കുൽദീപ് യാദവ് ടീമിലേക്ക് എത്തുകയും ചെയ്തു ഇന്നത്തെ മത്സരത്തിൽ. അങ്ങനെ ഏതായാലും ഇന്ത്യ ബാറ്റിംഗ് കഴിഞ്ഞു. മറുപടി ബാറ്റിംഗ് പാകിസ്ഥാൻ തുടങ്ങുമ്പോൾ അവർക്ക് പവർ പ്ലേയിൽ നല്ലൊരു സ്കോർ നേടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. കാരണം ഹാർദിക് പാണ്ഡ്യയാണ് പേസ് ബോളിംഗിലേക്ക് വരുന്നത്. ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയുമാണ് വരുന്നത്. സ്പിന്നർമാർ എത്തുന്നതിന് മുൻപ് നല്ലൊരു സ്കോർ എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ തുടർച്ചയായ വിക്കറ്റുകൾ, 13 റൺസ് എത്തുമ്പോഴേക്ക് 3 വിക്കറ്റുകൾ പാകിസ്ഥാന് നഷ്ടമാക്കുന്നു. ഇപ്പോഴാ 34 റൺസിലേക്ക് എത്തുമ്പോഴേക്ക് ബാബർ അസം കൂടി കൂടാരം കയറിയിരിക്കുകയാണ്. അങ്ങനെ 4 വിക്കറ്റ് ഇതിനോടകം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി 90 പന്തിൽ 142 റൺസ് പാകിസ്ഥാന് വേണം. ഇന്ത്യ ഈ ഒരു ഘട്ടത്തിൽ വിജയം മണക്കുകയാണ്. നമുക്ക് വളരെ ആവേശം നൽകുന്ന ഒരു കളിയുടെ ഗതിയാണ് ഈ നിമിഷം വരെയുള്ളത്. താങ്ക് യു. വിനേഷ് കുഞ്ഞിരാമനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ ഇന്ത്യയുമായി ഒടുവിൽ കളിക്കാമെന്ന് തീരുമാനിച്ച ആ നിമിഷത്തെ പാകിസ്ഥാൻ പഴിക്കുന്നുണ്ടാവും. മത്സരത്തിൽ ഇന്ത്യയോട് പരാജയപ്പെടുക എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വൈകാരികമായി തന്നെ അത് വലിയ തിരിച്ചടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മത്സരം പുരോഗമിക്കുന്നു. ഇന്ത്യ വിജയം മണക്കുകയാണ്.